പാരമ്പര്യ നിർമ്മാണ തൊഴിലാളികൾ സമാനതകളില്ലാത്ത ദുരിതങ്ങൾ പേറുന്നൊരു കാലമാണിത്. അത്തരത്തിലൊരു വിഭാഗമാണ് ഈറ്റത്തൊഴിലാളികൾ. ഈറ്റ കൊണ്ട് വിവിധ വസ്തുക്കൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന വലിയൊരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. ഒരു കാലത്ത് വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഈറ്റ ഉൽപ്പന്നങ്ങൾ ഇന്ന് ആർക്കും വേണ്ട. അസംസ്കൃത വസ്തുക്കൾ കിട്ടാനില്ലാത്തതും ഇവർക്ക് തിരിച്ചടിയാണ്. മണ്ണാർക്കാട് കുന്നത്തുള്ളി കോളനിയിലെ ഈറ്റത്തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. പാലക്കാട്ടെ മണ്ണാർക്കാട് നിന്നും നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹലോ പ്രേക്ഷകരെ, നമസ്കാരം. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് കടന്നു ചെല്ലുന്നത് മണ്ണാർക്കാട്ടേക്കാണ്. അവിടെ കുറച്ച് ഈറ്റത്തൊഴിലാളികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പരമ്പരാഗതമായി ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നവർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഏതാണ്ട് 30-ലധികം ഈറ്റത്തൊഴിലാളികളുള്ള കുന്നത്തുള്ളി കോളനിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. പുണ്ണിച്ചേട്ടനൊക്കെ ഇവിടെയാണ്, ഈ കോളനിയിലാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം? പ്രധാനമായിട്ടും ഈറ്റയ്ക്കുള്ള കൊട്ടാമുറം നെയ്ത്തുപണിയാണ്. അതിന് ഈറ്റ കിട്ടാനില്ല, അതിന്റെ ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ പരമ്പരാഗത ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണ്. ഈ ഈറ്റ കിട്ടാൻ വഴിയില്ല, മുള കിട്ടാൻ വഴിയില്ല. നാട്ടിൽ കൂടി ആണെങ്കിൽ മുളയും ഇല്ല. കാട്ടിലാണ് കയറാനും പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ കാട്ടിൽ നിന്ന് ഇത് ഈറ്റ കൊടുന്നില്ല, ഇപ്പം കൊണ്ടുവരാനും പറ്റാത്ത ഒരു അവസ്ഥയിൽ. എന്തായാലും ഒരുപാട് തൊഴിലാളികൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ദുരിതങ്ങൾ, അവരുടെ പ്രയാസങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് കോളനിയിലേക്ക് പോയി നോക്കാം, അവരുടെ അഭിപ്രായങ്ങൾ തേടാം. ഒരു കാലത്ത് ഈ കോളനിയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സായിരുന്നു ഈ ഈറ്റ കൊണ്ടുള്ള വിവിധ സാധനങ്ങളുടെ നിർമ്മാണം. ഇന്നിപ്പോൾ പുതിയ തലമുറയൊന്നും അതിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. പക്ഷെ അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. അവരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഈ കോളനിയിലെ വിവിധ ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഒരു കാലത്ത് നിങ്ങളെല്ലാവരും ഇതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് പുതിയ തലമുറ ഇതിലേക്ക് വരുന്നത്? പുതിയ തലമുറ വരാത്തതെന്ന് പറഞ്ഞാൽ ഇതിന് ഈറ്റ കിട്ടാനില്ല, മുള കിട്ടാനില്ല. ഞങ്ങൾ കാട്ടിൽ പോയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഫോറസ്റ്റുകാരുടെ ശല്യം കൊണ്ട് അവിടേക്ക് കാട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പം പുതിയ തലമുറ ഈ തൊഴിലിനോട് താല്പര്യപ്പെടുന്നില്ല. പഴയ ആൾക്കാർ മാത്രമാണ് ഈ ഈറ്റ. ആരെങ്കിലും മാപ്പിളാർ, കച്ചവടക്കാർ ഈറ്റ കൊടുക്കും. അത് 700-800 റുപ്യൊക്കെ കൊടുത്തിട്ട് വേണം ഒരു കെട്ട്. അതുകൊണ്ട് പണിയെടുത്തിട്ട് വിട്ട് മുതലാവുന്നില്ല. പിന്നെ അവർക്ക് കച്ചവടക്കാർക്ക് ചെറിയ വിലക്ക് ഈ മുറം കൊടുക്കുന്നപ്പോൾ 100 റുപ്യക്കാണ് ഒരു മുറം കൊടുക്കുന്നത്. അതൊരു 100-150 കിട്ടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അവർക്ക് തരാൻ പറ്റുന്നില്ല. ഈറ്റയ്ക്കല്ല 10-700-800 റുപ്യോളം കൊടുക്കും വേണം. ഇപ്പം എന്താ നിസാര പൈസ കിട്ടണുള്ളൂ. അതുമല്ലപ്പം നമ്മളെ ജീവിതം കഴിഞ്ഞു പോകും. എല്ലാ കാര്യം ഇപ്പം ഇതുമെന്ന് കിട്ടിയിട്ട് വേണം. വേറെ ഒരു തൊഴിലിന് പോകാൻ ഇപ്പം പറ്റണില്ല. വലിയ പൈസ കൊടുത്തിട്ട് മേടിച്ച് ഞങ്ങൾക്ക് മുതലാവോ? മുതലായിട്ട് എന്തെങ്കിലും ഒന്ന് പണിയെടുക്കണ്ടേ. അപ്പം ചിലവ് ഇങ്ങനെ കഴിഞ്ഞു പോകും. അത്ര തന്നെ കടം ബാക്കിയാവും ചെയ്യും. ഇതെല്ലാ ദിവസവും ഉണ്ടാക്കും നിങ്ങൾ? എല്ലാ ദിവസവും ഉണ്ടാക്കും. ഓട വേണം. ഓട ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകൂല. ഇപ്പം എന്തൊക്കെയാ ചെയ്യുന്നത്? ഇപ്പം ഇങ്ങനെ മുറവും കൊട്ടയും ഇതൊക്കെ ഉണ്ടാക്കും. കൊട്ടക്കായലുണ്ടാക്കും. വേറെ യന്ത്ര സഹായമോ ഒന്നും ഇല്ലാതെ അവരുണ്ടാക്കുന്നതാണ്. പക്ഷേ ഭയങ്കര ഫിനിഷിംഗ് ആണ്. കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്, നല്ല ഉറപ്പുണ്ട്. പെട്ടെന്ന് അങ്ങനെ കേടുന്നു പോകുന്നൊന്നുമല്ല. പക്ഷേ ഇതിലിപ്പോൾ ആവശ്യക്കാരില്ല എന്നുള്ളതാണ്. നമ്മൾ വീടുകളിൽ പണ്ട് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പായകൾ നമ്മൾ കണ്ടു. പണ്ട് നിങ്ങൾ പായൊക്കെ ഉണ്ടാക്കൂലായിരുന്നു? പായും വരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കും. പക്കനൊക്കെ ഈ സാധനം കിട്ടാൻ പറ്റില്ല, ഓടയും മോളയും. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഓരോ നാട്ടിലെ മാപ്പിളാരാണ് ഓട കൊണ്ടുവന്നാറില്ല. ഇപ്പം അവരും കൊണ്ടുവരുന്നില്ല. മലയിൽ പോയി വെട്ടിക്കൊണ്ടിരുന്നത്. വെട്ടിച്ച് വരും. ഇപ്പം പോകാൻ പറ്റില്ല. നമുക്ക് ഭാഗം കാണുന്നത് കരണ്ടിന് ഓർഡർ വന്ന് ഭാഗം കാണുമ്പോൾ. ഈ അമ്മയ്ക്ക് നോക്കൂ, എത്ര വയസ്സായ അമ്മയ്ക്ക് പ്രായം? ഉണ്ടോ? 10-60 ആയിട്ട്. ഞാൻ ചെറുപ്പം മുതൽ പഠിച്ച് ഇതെന്നാ പണി. ഇതിന് വില കുറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടല്ലേ? ഓട കിട്ടണില്ല, അതെന്നാ പണി. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമായി. ഈ കോളനിയിൽ ഇവരുടെ മാത്രം കാര്യമല്ല കേട്ടോ. ഒരുപാട് ആളുകൾ ഈ തരത്തിൽ സമാനമായ രീതിയിൽ ഇതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് വരുമാനം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം അത് തന്നെയാണ്. അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ അവരുടെ ജോലി, ഈ പരമ്പരാഗത വ്യവസായത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക് കടന്നു ചെല്ലുകയാണ്. വീണ്ടും കാണാം.